വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം. ആരാം രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ തന്റെ യജമാനന്റെ മുൻപിൽ വലിയവനും അംഗീകാരമുള്ളവനുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് ആരാമിന് വിജയം നൽകിയിരുന്നു. ശക്തനായ ഒരു പടയാളിയായിരുന്നെങ്കിലും അയാൾ കുഷ്ഠരോഗിയായിരുന്നു. ആരാംകാർ കവർച്ചക്കാരായി എത്തിയപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ അടിമയായി പിടിച്ചിരുന്നു. അവൾ നാമാന്റെ ഭാര്യയുടെ ശുശ്രൂഷകയായിരുന്നു. അവൾ തന്റെ യജമാനത്തിയോട് പറഞ്ഞു, എന്റെ യജമാനൻ സമരിയായിലുള്ള പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അദ്ദേഹം അവനെ തന്റെ കുഷ്ഠത്തിൽ നിന്ന് മോചിപ്പിക്കുമായിരുന്നു. അവൻ പോയി തന്റെ യജമാനനോട് ഇപ്രകാരം അറിയിച്ചു, ഇസ്രായേൽ ദേശത്തു നിന്നുള്ള പെൺകുട്ടി ഇவ்விധമൊക്കെ സംസാരിച്ചു. ആരാം രാജാവ് പറഞ്ഞു, നീ പോയി വരൂ, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്തു തന്നയക്കാം. അവൻ തന്റെ കൈവശം 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ ഇപ്രകാരമുള്ള ഒരു എഴുത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എത്തിച്ചു. ഇപ്പോൾ ഇതാ, ഈ എഴുത്ത് നിന്റെ പക്കൽ എത്തുമ്പോൾ എന്റെ ദാസൻ നാമാനെ നിന്റെ പക്കലേക്ക് ഞാൻ അയക്കുകയാണ്. അവന്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് നീ അവനെ മോചിപ്പിക്കണം. ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കൊല്ലാനും ജീവിപ്പിക്കാനും ഞാൻ ദൈവമാണോ? ഇതാ, ഒരാളെ തന്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി എന്റെ അടുത്തേക്ക് അവൻ അയച്ചിരിക്കുന്നു. ഇതുതന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുവിൻ. എനിക്കെതിരെ അവൻ കലഹത്തിന് അവസരം അന്വേഷിക്കുകയാണ്. ഇസ്രായേൽ രാജാവ് തന്റെ വസ്ത്രം കീറിയെന്ന് ദൈവപുരുഷനായ എലീഷ കേട്ടപ്പോൾ രാജാവിനോട് അവൻ ആളയച്ചു പറഞ്ഞു, നീ എന്തിനാണ് നിന്റെ വസ്ത്രം കീറിയത്? ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നറിയേണ്ടതിന് അവൻ എന്റെ അടുത്തേക്ക് വരട്ടെ. നാമാൻ തന്റെ കുതിരകളും രഥങ്ങളുമായി വന്ന് എലീഷയുടെ വീട്ടുപടിക്കൽ നിന്നു. എലീഷ അവന്റെ പക്കലേക്ക് ഇപ്രകാരം പറയാൻ ദൂതനെ അയച്ചു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നിന്റെ ശരീരം പൂർവസ്ഥിതി പ്രാപിക്കും, നീ ശുദ്ധിയുള്ളവനാകുക. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഇതാ, അവൻ തന്നെ പുറത്തു വന്ന് എന്റെ അടുത്തു നിന്ന് തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും തന്റെ കരം കുഷ്ഠബാധിത സ്ഥലത്തേക്ക് വീശി രോഗിയെ മോചിപ്പിക്കുമെന്നും ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ നദികളായ അബാനായും ഫർപ്പാറും ഇസ്രായേലിലെ സകല ജലാശയങ്ങളെക്കാളും ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് ഞാൻ ശുദ്ധമാകുമായിരുന്നില്ലേ? അങ്ങനെ അവൻ ദേഷ്യത്തോടെ നടന്നുപോയി. എന്നാൽ അവന്റെ സേവകന്മാർ അവന്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവേ, പ്രവാചകൻ വലിയ ഒരു കാര്യമാണ് അങ്ങയോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങ് അത് ചെയ്യുമായിരുന്നില്ലേ? കുളിച്ച് ശുദ്ധനാകുക എന്ന് മാത്രമല്ലേ അവൻ പറഞ്ഞത്? അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ശരീരം ഒരു കൊച്ചുകുട്ടിയുടെ ശരീരം പോലെ പൂർവസ്ഥിതി പ്രാപിച്ചു. അവൻ ശുദ്ധിയുള്ളവനായി. അവനും സംഘം മുഴുവനും ദൈവപുരുഷന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും മറ്റൊരു ദൈവമില്ലെന്ന് ഇതാ ഞാൻ അറിയുന്നു. ഇപ്പോൾ അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കുന്ന കർത്താവാണേ, അത് ഞാൻ സ്വീകരിക്കുകയില്ല.
സ്വീകരിക്കുന്നതിന് അവൻ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. അപ്പോൾ നാമാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ 2 കഴുത ചുമട് മണ്ണ് അങ്ങയുടെ ദാസന് തന്നാലും തീർച്ചയായും ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റു ദേവന്മാർക്ക് ഹോമയാഗമോ ബലിയോ അങ്ങയുടെ ദാസൻ അർപ്പിക്കുകയില്ല. കർത്താവ് ഇക്കാര്യത്തിന് ഈ ദാസനോട് ക്ഷമിക്കട്ടെ. റിമ്മോൻ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതിന് എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ഊന്നിക്കൊണ്ട് അവിടെ പോവുകയും റിമ്മോൻ ക്ഷേത്രത്തിൽ ഞാൻ വണങ്ങുകയും ചെയ്യുമ്പോൾ റിമ്മോൻ ക്ഷേത്രത്തിൽ ഞാൻ വണങ്ങുന്ന കാര്യത്തിൽ കർത്താവ് അങ്ങയുടെ ദാസനോട് ക്ഷമിക്കട്ടെ. അദ്ദേഹം അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. അവൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ചു ദൂരം പോയി. അപ്പോൾ ദൈവപുരുഷനായ എലീഷായുടെ ഭൃത്യൻ ഗഹസി ആത്മഗതം ചെയ്തു, എൻ്റെ യജമാനൻ ആരാംകാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും അവന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ നിരസിച്ചിരിക്കുന്നു. ജീവിക്കുന്ന കർത്താവാണേ, ഞാൻ അവന്റെ പുറകെ ഓടിച്ചെന്ന് അവനിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കും. ഗഹസി നാമാനെ പിന്തുടർന്നു. പിന്നാലെ ഒരാൾ ഓടിവരുന്നത് നാമാൻ കണ്ട് അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി. അവൻ ചോദിച്ചു, ക്ഷേമമല്ലേ? അവൻ പറഞ്ഞു, ക്ഷേമം തന്നെ. എൻ്റെ യജമാനൻ ഇങ്ങനെ പറയുന്നതിനായി എന്നെ അയച്ചിരിക്കുന്നു. ഇതാ, എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്കു വേണ്ടി 1 താലന്ത് വെള്ളിയും 2 വിശിഷ്ട വസ്ത്രങ്ങളും തന്നാലും. നാമാൻ പറഞ്ഞു, ദയവായി 2 താലന്ത് സ്വീകരിച്ചാലും. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 വിശിഷ്ട വസ്ത്രങ്ങളും 2 ഭൃത്യന്മാരെ ഏൽപ്പിച്ചു. അവന്റെ മുൻപേ അവർ അത് വഹിച്ചുകൊണ്ട് നീങ്ങി. കുന്നിൻ ചെരുവിലെത്തിയപ്പോൾ അവൻ അവരുടെ കൈകളിൽ നിന്ന് അത് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു. എന്നിട്ട് അവൻ ആ ആളുകളെ പറഞ്ഞയച്ചു. അവർ പോവുകയും ചെയ്തു. അവൻ തൻ്റെ യജമാനന്റെ പക്കൽ വന്ന് നിന്നപ്പോൾ എലീഷ ചോദിച്ചു, ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിന്നെ സ്വീകരിക്കാൻ ഒരാൾ തൻ്റെ രഥത്തിൽ നിന്ന് തിരിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത അവിടേക്ക് വന്നിരുന്നില്ലേ? പണം സ്വീകരിക്കുന്നതിനും വസ്ത്രങ്ങളും ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ആടുമാടുകളെയും ദാസീദാസന്മാരെയും സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. നാമാന്റെ കുഷ്ഠം എന്നേക്കുമായി നിനക്കും നിന്റെ സന്തതികൾക്കും വന്നു ചേരും. അപ്പോൾ മഞ്ഞുപോലെ വെളുത്ത ഒരു കുഷ്ഠരോഗിയായി അവൻ അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം. പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, ഇതാ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ വരെ ചെന്ന് അവിടെ താമസിക്കുന്നതിന് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ തടിയെടുത്ത് ഒരു പാർപ്പിടം പണിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും അങ്ങയുടെ ഈ ദാസന്മാരോട് കൂടെ വന്നാലും. ഞാൻ വരാം, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവരോട് കൂടെ പോയി. അവർ ജോർദാനിലെത്തി മരങ്ങൾ മുറിച്ചു. ഒരാൾ തടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് വീണു. അയ്യോ, എൻ്റെ യജമാനനെ, അത് കടം വാങ്ങിയതായിരുന്നുവെന്ന് അവൻ നിലവിളിച്ചു പറഞ്ഞു. ദൈവപുരുഷൻ ചോദിച്ചു, എവിടെയാണ് അത് വീണത്? അവർ ആ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറിഞ്ഞപ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. നീ തന്നെ എടുക്കുക, അദ്ദേഹം പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഒരിക്കൽ ആരാം രാജാവ്
ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. രാജാവ് തന്റെ ഭൃത്യന്മാരുടെ ഉപദേശം തേടിക്കൊണ്ട് പറഞ്ഞു, എന്റെ താവളങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് ദൈവപുരുഷൻ ഒരാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടയച്ചു, നീ ഈ സ്ഥലത്തേക്ക് കടക്കുന്നത് ശ്രദ്ധിച്ചു വേണം. കാരണം ഇവിടേക്കാണ് ആരാംകാർ മുന്നേറുന്നത്. ദൈവപുരുഷൻ തന്നോട് പറയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. അങ്ങനെ അവിടെ അവൻ സംരക്ഷിക്കപ്പെട്ടു. ഇപ്രകാരം സംഭവിച്ചത് 1-2 പ്രാവശ്യമായിരുന്നില്ല. ഇക്കാരണത്താൽ ആരാം രാജാവിന്റെ മനസ്സ് ക്ഷുഭിതമായി. അവൻ തന്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ രാജാവിന് വേണ്ടി ആരാണുള്ളതെന്ന് നിങ്ങൾ എന്നോട് പറയുകയില്ലേ? അവന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, എന്റെ യജമാനനായ രാജാവേ, ആരുമില്ല. എന്നാൽ ഇസ്രായേലിലുള്ള പ്രവാചകനായ എലീഷ ആണ് അങ്ങയുടെ കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ആളയച്ച് അവനെ പിടിക്കേണ്ടതിന് നിങ്ങൾ പോയി അവൻ എവിടെയാണെന്ന് കണ്ടെത്തുവിൻ. അങ്ങനെ ഇതാ അവൻ ദോദാനിലുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. അവൻ കുതിരകളെയും രഥത്തെയും ഒരു വലിയ സൈന്യത്തെയും അവിടേക്ക് അയച്ചു. അവർ രാത്രി വന്ന് നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ സേവകൻ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇതാ സൈന്യം കുതിരയോടും രഥത്തോടുമൊപ്പം നഗരം വളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. നമ്മോടൊപ്പമുള്ളവർ അവരോടൊപ്പമുള്ളവരെക്കാൾ കൂടുതലാണല്ലോ. എലീഷ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് ആ ഭൃത്യന്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടു, ഇതാ എലീഷയ്ക്ക് ചുറ്റുമായി ആഗ്നേയരഥവും കുതിരകളും കൊണ്ട് ആ മല നിറഞ്ഞിരിക്കുന്നു. അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനതയെ ക്ഷിപ്രാന്തത കൊണ്ട് പ്രഹരിക്കണമേ. എലീഷയുടെ വാക്കനുസരിച്ച് അവിടുന്ന് അവരെ ക്ഷിപ്രാന്തത കൊണ്ട് പ്രഹരിച്ചു. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, ഇതല്ല ആ വഴി, ആ പട്ടണവും ഇതല്ല. എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അദ്ദേഹം അവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ചപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാ തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണ് എന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷയോട് പറഞ്ഞു, ഞാൻ അവരെ കൊല്ലട്ടെ? എൻ്റെ പിതാവേ, ഞാൻ അവരെ കൊല്ലാം. അദ്ദേഹം പറഞ്ഞു, കൊല്ലരുത്. നിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും നീ അടിമയായി പിടിച്ചവനെ നീ കൊല്ലുമോ? അവർക്കു മുൻപിൽ ഭക്ഷണപാനീയങ്ങൾ വയ്ക്കുക. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോകുകയും ചെയ്യട്ടെ. അവൻ അവർക്ക് വലിയ വിരുന്നൊരുക്കി. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ അവൻ പറഞ്ഞയക്കുകയും അവർ തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ആരാംകാരുടെ സൈന്യം ഇസ്രായേൽ ദേശത്ത് വീണ്ടും വന്നില്ല. അനന്തരം ആരാം രാജാവായ ബൻഹദാദ് തന്റെ പാളയത്തിലുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. അവർ കയറി വന്ന് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഇതാ ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും 1/4 ഗൗ പ്രാവിൻ കാഷ്ടത്തിന് 5 ഷെക്കൽ വെള്ളിയും വിലയേറുന്നതുവരെ അത് ഉപരോധത്തിലായി.
ഇസ്രായേൽ രാജാവ് കോട്ടയുടെ മീതെ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രഭോ രാജാവേ, രക്ഷിക്കണേ. അവൻ പറഞ്ഞു, കർത്താവ് നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ മെതിക്കളത്തിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കും? രാജാവ് അവളോട് ആരാഞ്ഞു, നിനക്ക് എന്തു പറ്റി? അവൾ പറഞ്ഞു, ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ തരുക, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ നമുക്ക് എൻ്റെ മകനെ തിന്നാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ മകനെ തരുക, നമുക്ക് അവനെ തിന്നാം. എന്നാൽ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി. അവൻ അപ്പോഴും കോട്ടമുകളിൽ നടക്കുകയായിരുന്നു. ജനം കണ്ടു, ഇതാ ഉള്ളിൽ അവന് ചാക്കുവസ്ത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞു, ഷാഫാത്തിന്റെ പുത്രൻ എലീഷായുടെ തല ഇന്ന് അവന്റെ മേൽ ശേഷിച്ചാൽ ദൈവം ഇപ്രകാരവും ഇതിലധികവും എന്നോട് ചെയ്യട്ടെ. എലീഷ തൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ശ്രേഷ്ഠന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാജാവ് ഒരുവനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ ദൂതൻ അവന്റെ അടുത്ത് വന്നെത്തുന്നതിനു മുൻപ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൊലയാളിയുടെ പുത്രൻ എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ശ്രദ്ധിക്കുവിൻ, ആ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് നിങ്ങൾ അവനെ വാതിൽക്കൽ തടഞ്ഞു നിർത്തുവിൻ. അവന്റെ യജമാനന്റെ കാലടി ശബ്ദമല്ലേ അവന്റെ പിന്നിൽ? അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ആ ദൂതൻ അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു, ഇതാ ഈ ദുരിതം കർത്താവിൽ നിന്നാണ്. ഞാൻ ഇനിയും എന്തിന് കർത്താവിനായി കാത്തിരിക്കണം? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം. അസീറിയ രാജാവായ സർഗോൻ അയച്ചതനുസരിച്ച് തർത്താൻ അഷ്ദോദിലേക്ക് വന്ന് അതിനെതിരെ യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം. അക്കാലത്ത് കർത്താവ് ആമോസിന്റെ പുത്രനായ യേശയ്യായോട് ഇപ്രകാരം അരുൾ ചെയ്തു, പോയി നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രം നീക്കുകയും നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുകയും ചെയ്യുക. അവൻ അപ്രകാരം ചെയ്തു. നഗ്നനായും ചെരുപ്പിടാതെയും അയാൾ നടന്നു. കർത്താവ് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ യേശയ്യാ ഈജിപ്തിനും എത്യോപ്യയ്ക്കുമെതിരെ അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാദുകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തിനെ അപമാനിക്കാനായി ഈജിപ്തിലെ അടിമകളെയും എത്യോപ്യയിലെ പ്രവാസികളെയും യുവാക്കളെയും വൃദ്ധരെയും നഗ്നരും നിഷ്പാദുകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ സംഭ്രാന്തരാവുകയും ലജ്ജിക്കുകയും ചെയ്യും. അന്ന് ആ തീരദേശവാസികൾ പറയും, ഇതാ അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സഹായത്തിനായി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു, അവർക്ക് ഇതാണ് സംഭവിച്ചത്. പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള വെളിപാട്. നെഗബിൽ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തു നിന്ന് വരുന്നു. കഠിനമായ ഒരു ദർശനം എന്നോട് വിവരിക്കപ്പെട്ടു. ഒറ്റുകാരൻ ഒറ്റുകയും വിനാശകർ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഏലാം, നീ കയറി ചെല്ലുക. മേദിയ, നീ ഉപരോധിക്കുക. അവൾ നിമിത്തമുള്ള നെടുവീർപ്പുകൾക്കെല്ലാം ഞാൻ അറുതി വരുത്തും. അതിനാൽ എൻ്റെ അരക്കെട്ട്
കഠിനവേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈറ്റുനോവിന് തുല്യമായ വേദനകൾ എന്നെ പിടികൂടിയിരിക്കുന്നു. കേട്ടപ്പോൾ ഞാൻ കുനിഞ്ഞുപോയി. അത് കണ്ടപ്പോൾ ഞാൻ സംഭ്രമിച്ചു. എൻ്റെ ഹൃദയം പതറി, ഭീതി എന്നെ കീഴ്പ്പെടുത്തി. ഞാൻ ആഗ്രഹിച്ച സന്ധ്യാദീപ്തി അവൻ എനിക്ക് ഭീതിതമാക്കി മാറ്റി. മേശ ഒരുക്കുക, പരവതാനി വിരിക്കുക, ഭക്ഷിക്കുക, പാനം ചെയ്യുക. സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ, പരിചമിനുക്കുവിൻ. എന്തെന്നാൽ നാഥൻ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: നീ പോയി ഒരു കാവൽക്കാരനെ നിയോഗിക്കുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. 2 കുതിരകളുള്ള ഒരു രഥവും കഴുതയെ പൂട്ടിയ ഒരു രഥവും ഒട്ടകത്തിന്റെ ഒരു രഥവും കാണുമ്പോൾ അവൻ ജാഗ്രതയോടെ, വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽ ഭടൻ വിളിച്ചു പറഞ്ഞു: കർത്താവേ, കാവൽ ഗോപുരത്തിൽ പകൽ സമയം ഞാൻ ഇടവിടാതെ കാവൽ നിന്നു. എൻ്റെ ജാഗ്രതയിൽ ഞാൻ എല്ലാ രാത്രികളിലും കാവൽ നിന്നു. ഇപ്പോൾ ഇതാ 1 ജോഡി കുതിരകൾ വീതമുള്ള രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടിയായി പറഞ്ഞു: വീണു, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ തകർന്നു കിടക്കുന്നു. ഞാൻ മെതിച്ചവനെ, എൻ്റെ മെതിക്കളത്തിന്റെ ഫലമേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഞാൻ കേട്ടത് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏദോമിനെ കുറിച്ചുള്ള വെളിപാട്. ഒരുവൻ സെയറിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു: കാവൽക്കാരാ, രാത്രിയുടെ എത്രാം യാമമായി? കാവൽക്കാരാ, രാത്രിയുടെ എത്രാം യാമമായി? കാവൽക്കാരൻ മറുപടി പറഞ്ഞു: പ്രഭാതം വന്നു, രാത്രിയും. നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കുവിൻ, തിരികെ വരുവിൻ, വന്നുകൊള്ളുവിൻ. അറേബ്യയെ കുറിച്ചുള്ള വെളിപാട്. ദദാന്യരായ സാർത്ഥവാഹകരെ, അറേബ്യയിലെ കുത്തിക്കാട്ടിൽ നിങ്ങൾ രാത്രി കഴിക്കും. തേമാൻ ദേശത്ത് വസിക്കുന്നവരെ, ദാഹിക്കുന്നവനെ ജലം കൊണ്ടുവന്ന് എതിരേൽക്കുവിൻ. പലായനം ചെയ്യുന്നവനെ അപ്പവുമായി കണ്ടുമുട്ടുവിൻ. എന്തെന്നാൽ വാളുകളിൽ നിന്നും, ഊരിയ വാളിനു മുന്നിൽ നിന്നും, കുലച്ച വില്ലിനു മുന്നിൽ നിന്നും, കഠിന യുദ്ധത്തിന്റെ മുന്നിൽ നിന്നും പലായനം ചെയ്തവരാണ് അവർ. എന്തെന്നാൽ നാഥൻ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: കൂലിക്കാരുടെ വർഷക്കണക്കനുസരിച്ച് ഇനിയും 1 വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവപ്രതാപവും അവസാനിക്കും. കേദാർ പുത്രന്മാരിൽ ശേഷിക്കുന്ന വില്ലാളി വീരന്മാരുടെ എണ്ണം നിസ്സാരമായിരിക്കും. കാരണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയോലകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു: ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശുവാകട്ടെ, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തപ്പോൾ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു:
നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബേത്സയിദായിൽ നിന്നുള്ള പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള മണിക്കൂർ ആഗതമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ